നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും, KAS എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് പേര് സ്വപ്നം കണ്ട ഒരു പോസ്റ്റ് ആയിരുന്നു, ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അപ്പൊ പലർക്കും ഏജ് ഓവർ ആയി പോയിട്ടുണ്ട്. കാരണം 2019 ഇത് ലാസ്റ്റ് നടന്നത്. അതിനുശേഷം നമ്മൾ കാത്തിരുന്നെങ്കിലും ഈ ഒരു 6 കൊല്ലവും പിന്നീട് KAS വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഏറ്റവും പുതിയൊരു ന്യൂസ് വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. KASന്റെ അടുത്ത ബാച്ചിലേക്ക് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ 2025 വരാൻ പോവുകയാണ്. അപ്പൊ KASലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. KASനെ പറ്റിയിട്ട് ഒരു ഉത്തമ ബോധ്യമുള്ളവർ മാത്രമേ ഈ ഒരു വീഡിയോ തുറക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യവുമില്ല. ആ 2019 നിന്നും മാറിയിട്ട് നമുക്കിപ്പോ ഒരുപാട് നമ്മൾ അപ്ഡേറ്റഡ് ആയി, PSCയുടെ മോഡലിനോട് നമ്മൾ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ KASന്റെ ആദ്യത്തെ പ്രിലിംസ് എക്സാമിനേഷൻ ആണ് നമ്മൾ ഈ ഡീറ്റെയിൽഡ് സിലബസ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നോട്ടിഫിക്കേഷനോട് കൂടി തന്നെ അവർ സിലബസ് ഇടും. സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പോലും പാറ്റേൺ കുറച്ച് മാറാനായിട്ട് സാധ്യതയുണ്ട്, കുറച്ച് അഡീഷൻ ഒക്കെ ചേർക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രിലിംസ് എക്സാമിനേഷന് ജനറൽ സ്റ്റഡീസ് പേപ്പർ നമ്പർ 1 ഹിസ്റ്ററിയാണ് ചോദിച്ചിരുന്നത്. ഹിസ്റ്ററി തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്, കേരള ഹിസ്റ്ററി, 18th സെഞ്ചുറി തൊട്ടിട്ടുള്ള കേരള ഹിസ്റ്ററി, പിന്നെ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, 18th സെഞ്ചുറി തൊട്ടിട്ടുള്ള വേൾഡ് ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, അതുവരെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ്, ഈ സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ്മാർക്ക് ഓഫ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ, എവിടെയാ ഇത് കണ്ടിട്ടുള്ളത്? നമ്മൾ SCERTയിലേക്ക് നോക്കുക വേണ്ട, ഫുൾ NCERT ആണ്. അപ്പൊ 6 മുതൽ 12 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് ആദ്യമായി KASനെ പറ്റിയിട്ട് കേൾക്കുന്ന ആൾക്കാർ പഠിക്കേണ്ടത്. അപ്പൊ അതിനുശേഷം മാത്രം നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് പോവുക. സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? 6 to 12 ഓരോ സിലബസും നോക്കിയിട്ട്, ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ 6 to 12 ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തം ചാപ്റ്റർ വൈസ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ അവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചേഴ്സ്, ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ഇതെല്ലാം തന്നെ ലക്ഷ്മീകാന്തിനകത്ത് കൃത്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ബേസ് പഠിക്കണമെങ്കിൽ 7ാം ക്ലാസ് തൊട്ടുള്ള സിവിക്സ്, +1 +2 പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചാൽ മതി. പിന്നെ റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമെറ്റിക്, ജോഗ്രഫി, ഇവിടെ ജനറൽ ജോഗ്രഫിയുടെ ഈ സോളാർ സിസ്റ്റം ഒക്കെ അടങ്ങുന്നത്, മോഷൻ ഓഫ് ദി എർത്ത് എന്നൊക്കെ പറയുന്നത് 6ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. കൺസെപ്റ്റ് ഓഫ് ടൈം ആയിക്കോട്ടെ, സീസൺ ആയിക്കോട്ടെ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് ആയിക്കോട്ടെ, 6 to 12 വരെയുള്ള എല്ലാ പോർഷൻസും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ? വളരെ ടഫ്നെസ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരത്തില്ല. കാരണം നമ്മൾ 2019 നിൽക്കുന്നത്. നമ്മൾ PSCയുടെ മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് ഡിഗ്രി ലെവൽ എല്ലാം നല്ല ടഫായിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആറാട്ടൊക്കെ നമ്മൾ കണ്ടു മടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക മാക്സിമം. അതുപോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കണമെങ്കിൽ NCERT ബേസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. സോ എല്ലാത്തിലും ഏറ്റവും ബേസ് ആയിട്ട് പറയുന്നത് NCERT നിങ്ങൾ ഒഴിവാക്കരുത്. അതിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, KAS ആയിക്കോട്ടെ. നിങ്ങളിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് KASന് മറ്റൊരു പഠനത്തിന്റെ ആവശ്യമില്ല. രണ്ടും ഏകദേശം ഒരു 60% കവർ ചെയ്യുന്നത് സെയിം സിലബസ് ആണ്. ബാക്കി 40% പുറമേ നിന്ന് വരുന്നത്. ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇല്ല, അവിടേക്ക് കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. ദെൻ പേപ്പർ നമ്പർ 2 വരുമ്പോഴത്തേക്ക് എക്കണോമി ആൻഡ് പ്ലാനിങ് ആണ് ജനറൽ സ്റ്റഡീസിൽ. അതുപോലെ എക്കണോമിക്സ് നല്ല രീതിയിലുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 to 12 എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സും പഠിക്കുക. പിന്നെ താഴോട്ട് വരുമ്പോൾ കണ്ടോ, ഇതെല്ലാം നമുക്ക് ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഒക്കെ തന്നെ നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസിനും ഉണ്ട്. ദെൻ കറണ്ട് ഇവന്റ്സ്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇത്രയുമാണ് നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ കോമൺ ആയിട്ട് കിടക്കുന്ന ഹിസ്റ്ററി ടോപ്പിക്സിനൊന്നും വലിയ ചേഞ്ച് വരില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയിൻസിലേക്ക് വരുമ്പോൾ 300 മാർക്കിന്റെ മെയിൻസ് പേപ്പർ ആയിരുന്നു. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു. അവിടെയും ഹിസ്റ്ററിയിൽ ഏകദേശം സെയിം സിലബസ് തന്നെ വന്നു. അതിനുശേഷം പേപ്പർ നമ്പർ 2 ഇതും സെയിം സിലബസ് തന്നെ ആയിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ നമ്പർ 2, എക്കണോമി അത് തന്നെ.
പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് കറണ്ട് ഇഷ്യൂ, എക്കണോമിയിലും പ്ലാനിങ്ങിലും ഉള്ള കറണ്ട് ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു, ഇങ്ങനെല്ലാം കൂടി ഉൾപ്പെടുന്ന 3 പേപ്പറുകളായിരുന്നു. ശരിക്കും 3 പേപ്പേഴ്സ് ഉണ്ട്, അതെല്ലാം കൂടെ 300 മാർക്കിനായിരുന്നു. പിന്നെ ഇനി ഇന്റർവ്യൂ എല്ലാം കൂടി ഉൾപ്പെടുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർ, താല്പര്യമുള്ളവർ, ഏജ് ഓവർ ആവാത്തവർ ശ്രദ്ധിക്കുക. NCERT-യിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് പഠിക്കുക, സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക, നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. ഞാനൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ NCERT-യുടെ കണ്ടന്റും അതിന്റെ ബ്രീഫ് നോട്ടും അതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ട്, ബ്രീഫ് നോട്ട് ഉണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുണ്ട്. ഏകദേശം ഇപ്പൊ തന്നെ ഒരു 200+ ടെസ്റ്റുകൾ ആയിട്ടുണ്ട്. NCERT നമ്മൾ കംപ്ലീറ്റഡ് ആണ്. സോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ ഒരു ഹായ് അയക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. KS-നൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവർക്ക് NCERT-യിൽ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലാത്തവരായിക്കോട്ടെ, അതുപോലെ റിവിഷൻ ചെയ്യാനായിക്കോട്ടെ, ഒക്കെ നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ താല്പര്യമുള്ളവർ ഒരു ഹായ് ഇട്ടേക്കുക വാട്സപ്പിനകത്ത്, ഞാൻ റിപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം. വളരെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഫുൾ കണ്ടന്റും പ്ലസ് നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ ടോപ്പിക്സ് അടങ്ങിയിട്ടുള്ള, സ്പെഷ്യൽ ബുക്സുകൾ അടങ്ങിയിട്ടുള്ള എല്ലാ ബുക്കുകളും, അതിന്റെ ഓരോ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്ലസ് അതിന്റെ നോട്ട്സ്, അതിന്റെ ടെസ്റ്റ് സീരീസുകൾ, ഏകദേശം സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ, പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ KS-ന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകൾ, ഏകദേശം ഒരു 500-600ഓളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻക്ലൂഡ് ആയി പോകുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവര് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.